ഗൈസ്, ഇന്ന് ഞങ്ങളുടെ വർക്കിനായി എത്തിയിരിക്കുന്ന വണ്ടി ഇലക്ട്രിക് സ്കൂട്ടി TN95 ആണ്. ഇതൊരു ജനറൽ സർവീസിനായി കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇതിൻ്റെ ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പോൾ ബ്രേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ കണ്ടോ, അതിനകത്തുള്ള ഓയിൽ എല്ലാം മിസ്സിങ് ആയിരിക്കുകയാണ്, ലീക്കേജ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് 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 ഇങ്ങനെ വന്നത് കാരണം ഇതിൻ്റെ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം വണ്ടി കംപ്ലൈൻ്റ് ആയതിന് ശേഷമല്ല നിങ്ങൾ വർക്കിന് കൊണ്ടുവരേണ്ടത്. വണ്ടി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 3000 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 2 മാസമോ ഒരു 3 മാസത്തിനകത്ത് വെച്ച് ഒരു ടെക്നീഷ്യനെ കൊണ്ട് നിങ്ങളുടെ വാഹനം കൊണ്ട് കാണിക്കുക. ഇതിനകത്ത് ജനറൽ സർവീസിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടും ബാക്കുമുള്ള ബ്രേക്ക് പാഡ് നോക്കും. എന്നിട്ട് 2 ബ്രേക്കിൻ്റെ ഓയിൽ, അതായത് ഓയിൽ അതിനകത്തുണ്ടോ, അതായത് ഇതിനകത്ത് വരുന്ന ഓയിൽ, അതായത് പഴയ അത് അതിനകത്ത് ഓയിൽ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും നമ്മൾ അതിൻ്റെ പഴയ ഓയിലിനെ ഫ്ലഷ് ചെയ്ത് പൂർണ്ണമായി അതിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ഓയിൽ ഒഴിച്ച് നമ്മളത് അതിനെ ഫില്ല് ചെയ്ത് നല്ല ബ്രേക്ക് കണ്ടീഷനാക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഒരു ജനറൽ സർവീസ് നടത്താതിരുന്നാൽ സംഭവിക്കുന്ന ഒരു ഫാൾട്ടാണ് ഈ കാരണം. നമ്മളെല്ലാ കസ്റ്റമറും കാണുന്നത് വാഹനം എന്തെങ്കിലും സിഗ്നൽ കാണിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലമായി വാഹനം നിൽക്കുമ്പോഴാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ വാഹനം നിൽക്കുമ്പോഴല്ല നിങ്ങൾ സർവീസിന് കൊണ്ടുവരേണ്ടത്. ഒരു 2000-3000 കിലോമീറ്റർ ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 2 മാസം 3 മാസം കൂടുമ്പോഴോ നിങ്ങളൊരു ടെക്നീഷ്യനെ കാണിച്ച് നിങ്ങളുടെ വാഹനം അത് കണ്ടീഷനാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നത് ആവശ്യമാണ്. ഈ ജനറൽ സർവീസിനകത്ത് ഒരു വാട്ടർ സർവീസ് കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ ഇലക്ട്രിക് സ്കൂട്ടി ഉപയോഗിക്കുന്ന എല്ലാ കസ്റ്റമർക്കും ഇത് ഉപകാരമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾ മറ്റ് ഇലക്ട്രിക് സ്കൂട്ടി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സേവ് ചെയ്യുക.